ഹായ് ഫ്രണ്ട്സ്, അങ്കമാലി രുചികളിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞങ്ങൾ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് ഞങ്ങളുടെ അടുക്കളയിലെ പാചക വിശേഷങ്ങളാണ്. ധൃതി പിടിച്ചുണ്ടാക്കിയ പാചകമാണ് എങ്കിലും സമയത്തിന് ഒപ്പിച്ചെടുക്കാൻ പറ്റി. അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക. കൂടെ താഴെ കാണുന്ന ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്ത് ഓളുന്ന ഓപ്ഷനും കൂടി ടച്ച് ചെയ്താൽ ഞങ്ങളിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് അപ്പോൾ ലഭിക്കുന്നതായിരിക്കും. പോകാം വീഡിയോയിലേക്ക്. ഈ നാട്ടുകറികൾ എങ്ങനെയാണ് ഉണ്ടാക്കിയത് എന്ന് നിങ്ങൾക്ക് കൂടെ അറിയണ്ടേ? ഇന്ന് ഞായറാഴ്ചയല്ലേ, ഞങ്ങൾക്ക് ഇപ്പോൾ നോമ്പാണ്. അതുകൊണ്ട് ഇറച്ചിയും മീനും ഒന്നും കഴിക്കില്ല, പച്ചക്കറികൾ മാത്രമേ കഴിക്കുകയുള്ളൂ. അപ്പോൾ എന്തൊക്കെയാണ് ഞങ്ങളുടെ അടുക്കളയിൽ ഞങ്ങൾ പാകപ്പെടുത്തുക എന്നുള്ളത് നിങ്ങൾക്ക് കാണണ്ടേ? പോകാം വീഡിയോയിലേക്ക്. ഒരു പിടി പരിപ്പും ഒരു ഉരുളക്കിഴങ്ങും ഒരു സവാളയും വേവിച്ച് വെച്ചിരിക്കുന്നതാണ് ഇത്. ഇതിലേക്ക് ഞാൻ ഒരു വഴുതനങ്ങ, 2 തക്കാളി, ഒരു പടവലങ്ങയുടെ ഒരു കഷ്ണം, ഇത്രയും അരിഞ്ഞു വെച്ചിരിക്കുന്നതാണ്. ഇത് അതിലേക്ക് ഇടാണ്. ഇത് കഴുകിയിട്ട് അരിഞ്ഞൊക്കെ വെച്ചിരിക്കുന്നതാണ്. ഇതിലേക്ക് മുളക് പൊടി ഇടുകയാണ്. 2 പച്ചമുളക് ഞാൻ കീറി ഇടുന്നുണ്ട്. മഞ്ഞൾപ്പൊടി, ഉപ്പ്, കറിവേപ്പില ഇട്ടിട്ടുണ്ട് കേട്ടോ. വെള്ളം ആവശ്യത്തിനുണ്ട്. ഇതൊന്ന് ഇളക്കി യോജിപ്പിച്ചിട്ട് നമുക്ക് അടപ്പത്തേക്ക് വയ്ക്കാം. അരപ്പിനായിട്ട് കുറച്ച് തേങ്ങ, കുറച്ച് ചുമന്നുള്ളി എടുത്ത് വച്ചിട്ടുണ്ട്. അത് മഷി പോലെ അരച്ചു കൊണ്ടുവരാം. കഷ്ണം വേവായി. തേങ്ങ അരപ്പ് നമുക്ക് ചേർക്കാം. തേങ്ങ അരപ്പ് ചേർത്ത് ഒന്ന് തിളക്കട്ടെ. അല്പം പുളി ചേർക്കുന്നുണ്ട്. ഒരു അല്പമേ എടുത്തിട്ടുള്ളൂ. പുളി രുചി അനുസരിച്ച് നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഇത് മാറ്റിയിട്ട് നമുക്ക് കടുക് പൊട്ടിച്ചിടാം. കടുക് ഇടുകയാണ്. വറ്റൽമുളക്, കറിവേപ്പില, ചുവന്നുള്ളി, കറിയിലേക്ക് ചേർത്ത് കൊടുക്കാം. ഒന്നുകൂടി അവിടെ നോക്കട്ടെ. പരിപ്പ്, സവാള, പിന്നെ ഒരു ഉരുളക്കിഴങ്ങ്, പിന്നെ തക്കാളി, വഴുതനങ്ങ, പിന്നെ വേറെ എന്തുവാ, പടവലങ്ങ, ഇതെല്ലാം കൂടി ചേർത്ത് മിക്സ് ചെയ്തുണ്ടാക്കിയ ഒരു ഒഴിച്ചു കറിയാണ് ഇത്. ഇത് ഒരു നാട്ടുകറിയാണ്. നമ്മുടെ വീട്ടിൽ എന്താണോ ഉള്ളത് അത് വെച്ചിട്ട് കറി ഉണ്ടാക്കുന്നത് പഴയ കാലങ്ങളിലെ ഒരു രീതിയാണ്. തക്കാളി ചേർക്കില്ലായിരുന്നു. അതിന് പകരം പുളിയാണ് ഞങ്ങൾ, ഇരുമ്പം പുളി അല്ലെങ്കിൽ മറ്റേതെങ്കിലും പുളി, അങ്ങനെയൊക്കെയാണ് ചേർക്കുന്നത്. ചിലർ പുളി ചേർക്കില്ല. അതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടം. അപ്പം അങ്ങനെ തയ്യാറാക്കിയ നമ്മുടെ കറി, ഒഴിച്ച് കറി, നല്ല ടേസ്റ്റാണ്. കപ്പയും
അച്ചിങ്ങ പയറും ചേർത്തിട്ട് ഒരു വിഭവം ഉണ്ടാക്കിയാലോ? കപ്പ ഞാൻ അരിഞ്ഞ് കഴുകി കലത്തിലാക്കിയിട്ടുണ്ട്. അതുപോലെ തന്നെ അച്ചിങ്ങായും ഞാൻ അത് ക്ലീൻ ചെയ്ത് ഇതിൽ വെച്ചിട്ടുണ്ട്. അപ്പം ഇതിനകത്തേക്ക് ഞാൻ കറിവേപ്പില ഇട്ടിട്ടുണ്ട്, മഞ്ഞൾപ്പൊടി ഇട്ടിട്ടുണ്ട്, പിന്നെ മുളക് പൊടി ഇത്തിരി ഇട്ടിട്ടുണ്ട്. പിന്നെ ഇനി ആവശ്യത്തിന് വെള്ളം ചേർത്തിട്ട് നമുക്ക് അടപ്പത്ത് വയ്ക്കാം. ഉപ്പ് ഇടാം. ഉപ്പിട്ടിട്ട് അടപ്പത്ത് വയ്ക്കാം. ഉപ്പിൻ്റെ കാര്യം ഞാനങ്ങ് വിട്ടുപോയി. എല്ലാം ഇട്ടു എന്നാണ് വിചാരിച്ചത്. ഉപ്പിട്ടിട്ടുണ്ടായില്ല. ഇപ്പം ഇടാം. അത് വെന്ത് വരുമ്പോഴത്തേനും അതിനൊരു അരപ്പ് തയ്യാറാക്കാം. അപ്പോൾ തേങ്ങ എടുത്തിട്ടുണ്ട്, ഒരു പിഞ്ച് ജീരകം എടുത്തിട്ടുണ്ട്, 3 അല്ലി വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്, ചുമന്നുള്ളിയും എടുത്തിട്ടുണ്ട്. ഇത് ചതച്ച പോലെ നമുക്ക് ആക്കി കൊണ്ടുവരാം. കപ്പയും അച്ചിങ്ങ വേവായി. അരപ്പ് ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇളക്കാം. ചാറ് കഴുകി ഒരല്പം വെള്ളം ചേർക്കാം. ഇതൊരു സൈഡ് കറിയാണ്. ഇതിൽ വെള്ളം അധികം ഉണ്ടാവില്ല. തിളച്ചിട്ടുണ്ട്. ഇനി കടുക് പൊട്ടിച്ചിടാം. കടുക്, കടുക് പൊട്ടിച്ചത് ഇട്ട് കൊടുത്തു. ഒരു ചമ്മന്തി ഉണ്ടാക്കാം. അപ്പോൾ ഈ ചമ്മന്തിക്ക് ഞാൻ എന്തൊക്കെ എടുത്തേണേന്ന് പറയട്ടെ. മാങ്ങ, ചുമന്നുള്ളി, പിന്നെ 2 പച്ചമുളകുണ്ട്, ഒരെവിടെ താഴെ മാറിയിരിക്കുക. പിന്നെ ഞാനിതിനകത്ത് ഉപ്പും തേങ്ങയും ഉണ്ട്. ഒന്ന് വഴറ്റിയിട്ടാണ് ഇന്ന് ഞാൻ ചമ്മന്തി ഉണ്ടാക്കുന്നത്. ഒരല്പം വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് ഞാനിതൊന്ന് വാട്ടിയെടുക്കുകയാണ് ചെയ്യുന്നത്. ഇതിലെല്ലാം ഉണ്ട്. ഒന്ന് വാടിക്കഴിഞ്ഞ് കഴിയുമ്പോൾ അരച്ചു കൊണ്ടുവരാം. പല ദിവസവും പല തരത്തിലുണ്ടാക്കണം. തീ ഓഫ് ചെയ്യാം. വാടിയാൽ മതി. ഇത് അരച്ചു കൊണ്ടുവരാം. ചമ്മന്തി അരച്ചു കൊണ്ടുവന്നു. അപ്പോൾ കറികളെല്ലാം പാകമായി. ഇനി ഉണ്ണേണ്ട നേരമായിട്ടുണ്ട്. ഇതുവരെ ഇത് കണ്ടുകൊണ്ടിരുന്ന എല്ലാവർക്കും നന്ദി. ഇനിയും ഒരു വീഡിയോയുമായി ഞങ്ങൾ നിങ്ങളുടെ മുമ്പിൽ വരുന്നത് വരേക്കും ബായ്.